നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ശബരിമലയിലെ വാവർ എന്ന് വിളിക്കുന്ന ഒരു ജിഹാദി, അതല്ലെങ്കിൽ ഒരു മുക്കാലൻ എന്നൊക്കെ തന്നെ വിളിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അത് വാപുരൻ എന്ന് പറയുന്ന അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങളിൽ ഒന്നാണ് എന്ന് എല്ലാ വിശ്വാസികൾക്കും, അതല്ലെങ്കിൽ അയ്യപ്പ അതിന്റെ ആ ചരിത്രം പൂർണ്ണമായിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. പക്ഷേ ഏതോ ഒരു പ്രത്യേക കാലഘട്ടം മുതൽ അയ്യപ്പ സ്വാമിയെ കാണുന്നതിന് മുൻപ് ഈ വാവർ എന്ന് പറയുന്ന ഈ ചങ്ങാതിയെ, നൈനാൻ പള്ളിയോ എന്തോ ഒരു കുന്താണ് ആ പള്ളിയുടെ പേര്, ഞാൻ അവിടെ കയറാറോ കാണാറോ ഇല്ല. അതിന്റെ പടിക്ക് കൂടെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് അവിടെ കയറാതെ തന്നെയാണ് പോവാറ്. അതുകൊണ്ട് അതിന്റെ ഉള്ളിലുള്ള കുന്തവും കുടച്ചക്രമൊന്നും എനിക്കറിയില്ല. പറഞ്ഞു കേട്ടിട്ടുള്ള വിവരമുണ്ട്. കാരണം ഞാനൊരു പൊട്ടൻ ഹിന്ദു അല്ല. കൃത്യമായിട്ടും എൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ടും അത് പാലിച്ചുകൊണ്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ അയ്യപ്പ സ്വാമിയുടെ ആ ഒരു മുദ്ര, നെയ്യഭിഷേകം കഴിയുന്നതിന് മുൻപ് തന്നെ ഒരു സുഡാപ്പി പള്ളിയിൽ കയറിക്കൊണ്ട് അവനും ഇങ്ങനെ മന്ത്രിച്ച് ഫു 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 എന്നൊക്കെ പറഞ്ഞ് ഊതി തരുന്ന ഭസ്മം പൂസിക്കൊണ്ട് നടക്കാനേ എന്നെ കിട്ടില്ല. അതിന് പൊട്ടന്മാരായിട്ടുള്ള ജന്തുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാദം ഇന്ന് കൃത്യമായിട്ട് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഞമ്മന്റെ ഒരു പ്രമുഖ ഇസ്ലാമിക ഭീകരൻ ഉണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധനം വരെ, പോപ്പുലർ ഫ്രണ്ട് SDP എന്ന് പറയുന്ന ഈ ഒന്ന് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട ഭീകര സംഘടന, ആ ഭീകര സംഘടനയുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള SDPI, ഈ ചങ്ങാതിയുടെ മുഖം ഒന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. ഇവന്റെ പേര് എന്താണ്? യാസിർ ഇഷൽ എന്നാണ് ഇവന്റെ പേര്. യാസിർ എന്നാണ് ഇവൻ അറിയപ്പെടുക. യൂട്യൂബിലൊക്കെ യാസിർ പൂക്കോട്ടും പാടം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റെ മുൻപ് ഇവൻ SDP പോപ്പുലർ ഫ്രണ്ട് വേദികളിലൊക്കെ നടത്തിയിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള മുസ്ലിം ഭീകര സംഭാഷണങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കാൻ പറ്റും. ഇന്ന് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ഈ ആശാന് ജനറൽ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഞാനൊരു പോപ്പുലർ ഫ്രണ്ട് ഭീകരനല്ല, എന്നെ തീഹാർ ജയിലിൽ വെളിച്ചെണ്ണ കന്നാസുമായി കൊണ്ടുപോകരുത് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ഇവനിലേക്ക് അന്വേഷണം വരാൻ വേണ്ടിയിട്ടൊക്കെ ജനറൽ വിഷയങ്ങളിലൊക്കെ നാട്ടുകാരുടെ വിഷയത്തിലൊക്കെ ഇടപെട്ട് ഈ ഭീകരൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിലാണ്, മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലൊക്കെയാണ് ഇവൻ ഇപ്പൊ കയറിയിട്ടുള്ളത്. SDP പോപ്പുലർ ഫ്രണ്ടിന്റെ ആ ബന്ധം സംശയിച്ച് ഇവനെ ഉള്ളിലേക്ക് ഇടുക എന്നുള്ള പേടിയുണ്ട്. മാത്രമല്ല ഇവന്റെ ജ്യേഷ്ഠനുണ്ട്, ചെണ്ട നിഷാദ് എന്നാണ് ഇവിടെ നാട്ടിലേക്ക് അറിയപ്പെടുക. ഞാനും ഒരു പൂക്കുടുംബാണ സ്വദേശി ആയതുകൊണ്ട് തന്നെ ചെണ്ട നിഷാദ് എന്നാണ് ഇവന്റെ ജ്യേഷ്ഠൻ അറിയപ്പെടുക. കോടിക്കണക്കിന് രൂപ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ട് നാട്ടിലും വീട്ടിലും വരാതെ 24 മണിക്കൂറും പോലീസിന്റെ നിരീക്ഷണത്തിൽ എവിടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും അവനെ പൊക്കാൻ വേണ്ടി പോലീസ് അല്ല, എയർപോർട്ടുകളിൽ അടക്കം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നിലകൊള്ളുന്ന രീതിയിലുള്ള മറ്റൊരു ഭീകരൻ, അതായത് ഇസ്ലാമിക ഭീകരവാദത്തിന് ഫണ്ട് കണ്ടെത്തുന്ന രീതിയിലാണോ ഇവനൊക്കെ ഈ ബിറ്റ്കോയിൻ ബിസിനസ് ചെയ്ത ആളുകളെ പറ്റിച്ചത് എന്ന്. കോടിക്കണക്കിന് രൂപ, അത് ഞമ്മന്റെ ആളുകളെ തന്നെയാണ് കൂടുതൽ പറ്റിച്ചത്. അതാണ് ഏറ്റവും വലിയ രസം കേട്ടോ. ഇവന്റെ വീട്ടിലൊക്കെ എത്രയോ ആളുകൾ ഈ ചെണ്ട നിഷാദ് എന്ന് പറയുന്ന ഈ ചങ്ങാതിയുടെ ഇവന്റെ ജ്യേഷ്ഠനെയും ഇവനെയൊക്കെ തെരഞ്ഞുകൊണ്ട് ഇവന്റെ വീട്ടിലൊക്കെ എത്രയോ ജനങ്ങൾ എത്രയോ വർഷം സമരം പോലെ പോയി നിന്നിരുന്നു. ഇവന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ഈ ജ്യേഷ്ഠൻ ഈ പറ്റിച്ച പണം ഉപയോഗിച്ചുകൊണ്ട് തീറ്റിപ്പോറ്റേണ്ട അവസ്ഥ വരിക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്ക് എത്രത്തോളം ശോചനീയമാണ് ഇവന്റെയൊക്കെ അവസ്ഥ എന്നുള്ളത്. എന്തായാലും ഇപ്പൊ അവിടെ നിന്നൊക്കെ മാറിയിട്ട് നമ്മുടെ ഈ പറയുന്ന യാസിർ ഇഷാൽ എന്ന് പറയുന്ന ഈ ചങ്ങാതി, ഇവൻ എൻ്റെ കമ്പനിയിൽ എനിക്കൊരു മിൽക്ക് പ്രൊഡക്റ്റിന്റെ മലപ്പുറം ജില്ലാ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാനത് 2019 അത് കൊടുത്തത്. അതിനുശേഷമാണ് ഞാൻ ഈ ചാനൽ മേഖലയിലേക്ക് വരുന്നത്. അന്ന് ഈ ചങ്ങാതി എൻ്റെ ഒരു 4 വീൽ വണ്ടിയിൽ ഡ്രൈവറായിട്ട് പോവുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, അന്നല്ല അതിനു മുമ്പ് 2016-17 കാലത്തിലൊക്കെ. അതിനുശേഷം ഇവന്റെയൊക്കെ തീവ്രത കണ്ടത് കൊണ്ട് തന്നെ ഇവനെയൊക്കെ നമ്മൾക്ക് പതിയെ ഒഴിവാക്കേണ്ടി വന്നു. മാത്രമല്ല ഇവന്റെ പോലെ തന്നെ കുറെ എണ്ണം ഉണ്ട്. ഇവര് എപ്പോഴാണ് നമ്മുടെ സ്ഥാപനത്തിൽ ലീവാക്കുക, എപ്പോഴാണ് സ്ഥാപനത്തിൽ മുങ്ങുക എന്നുള്ളതൊന്നും അറിയില്ല. അതുകൊണ്ട് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അന്ന് ഇവന്റെയൊക്കെ മുഖത്ത് നോക്കി തന്നെ പറയാറുണ്ട്, നിന്നെയൊക്കെ എങ്ങനെയാടാ വിശ്വസിക്കുക എന്നുള്ളത്. അതിന്റെ ഇടയിൽ വേറെയും കുറച്ചൊക്കെ ചേർക്കാറുണ്ട്. അത്തരത്തിലുള്ളവന്മാർ തന്നെയാണ് ഇവനൊക്കെ തീവ്രവാദി എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കുന്ന. ഇവന്റെയൊക്കെ വീഡിയോ പല സംഘ BJP പ്രവർത്തകരും, ഇവന്റെ പേരൊന്ന് ഓർത്തിരിക്കുക, യാസിർ ഇഷൽ എന്നാണ് ഇവൻ ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലുള്ളത്.
നിങ്ങൾ യൂട്യൂബിൽ ഇവന്റെ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ യാസിർ പൂക്കോട്ടുംപാടം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ തീവ്രമായിട്ടുള്ള SDPI വേദികളിലെ, പോപ്പുലർ ഫ്രണ്ട് വേദികളിലെ RSSനെയും അതല്ലെങ്കിൽ മനുഷ്യന്മാരെ, ഇവന്റെ കാഫിർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും ഒക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ ഇവൻ പച്ചയ്ക്ക് പറയുന്നുണ്ട്. എന്തായാലും ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരന് വരെ മനസ്സിലായി വാവർ പള്ളി എന്ന് പറയുന്നത് ഹിന്ദുക്കളെ ഊമ്പിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. എന്റെ ഭാഷ സഭ്യമല്ല, ഭാഷ സഭ്യമാക്കണം എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന ആളുകളോട് മാന്യമായി തന്നെ അവരോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട്, ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഇതിനൊക്കെ കൊടുക്കേണ്ട ഭാഷ ഇത് തന്നെയാണ്. അതുകൊണ്ട് സകല ഹിന്ദുക്കളെയും വിശ്വാസികളെ ഊമ്പിച്ചുകൊണ്ട് ഹിന്ദുവിന്റെ കാശടിച്ചു മാറ്റുക, എന്നിട്ട് അയ്യപ്പ സ്വാമിയേക്കാൾ പ്രാധാന്യം ഈ വാവർ എന്ന് പറയുന്ന ഈ മുക്കാലനാണ് എന്ന് വരുത്തി തീർക്കുക, അവസാനം ഈ ശബരിമലയും വഖഫ് ബോർഡിൻ്റെതാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലേക്ക് വാവർ എന്ന് പറയുന്ന ഒരു മുസ്ലിം കഥാപാത്രത്തെ കെട്ടിച്ചമച്ച് കൊണ്ടുവരിക. ഇവിടെയാണ് നമ്മൾ നൂറ്റാണ്ടുകളുടെ ഇവരുടെ ഈ ഒരു ഐഡിയോളജി അതിവിടെ നടപ്പിലാക്കാൻ വേണ്ടിയും ഇവർ എത്രത്തോളമാണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കും. എത്രയോ നമ്മുടെയൊക്കെ ഓർമ്മ അതിനു മുൻപ് എത്രയോ തലമുറകൾക്ക് മുൻപ് തന്നെ ഈ വാവർ എന്ന് പറയുന്ന ഈ പള്ളി ആദ്യമൊക്കെ ഇതിന് വാവർ പള്ളി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഇതിന് നൈനാൻ ഗോശിയോ നൈനാൻ പള്ളിയോ എന്തോ ഒരു കൊണാപ്പ് പള്ളിയാണ് ഇന്ന് അറിയപ്പെടുന്നത്. അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുക അള്ളാഹു അല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്ന് ഇവന്റെയൊക്കെ അറബിയിലും മലയാളത്തിലൊക്കെ എഴുതി വെച്ച് കാണാ എന്ന് പറയപ്പെടുന്നു. ഞാൻ എന്തായാലും കണ്ടിട്ടില്ല, കയറാറുമില്ല. കഴിഞ്ഞ തവണ വൃശ്ചിക മാസത്തിൽ പോയ സമയത്ത് കയറിയിട്ടില്ല. അതിന്റെ മുന്നിലൂടെ പോകുമെന്ന് മാത്രം. പക്ഷെ അതിന്റെ കാണാറുണ്ട്. അതിന്റെ അവിടെ നിന്ന് പേട്ടതുള്ളിന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ എത്രയോ ലക്ഷക്കണക്കിന് അയ്യപ്പന്മാരെ പറ്റിച്ചുകൊണ്ട് അവരുടെ കാശടിച്ചു മാറ്റാനും, എന്നിട്ട് ഈ പള്ളിയുടെ ഉമ്മർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചാലും ഈ മണ്ടൻ ജന്തു പൊട്ട ഹിന്ദുവിന് ഇത് അറിയാത്തത് കൊണ്ട് ഇവന് കുറെ കാശും കൊടുത്തുകൊണ്ട് അവിടെ നാളികേരൊക്കെ ഉടച്ച് ആ നാളികേരം വിറ്റ് കാശാക്കാൻ അതിനും അവസരം കൊടുത്തുകൊണ്ട് ഹിന്ദു പൊട്ടൻ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് പോരാറുണ്ട് എന്ന് മാത്രം. നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളൊക്കെ പറഞ്ഞാൽ വർഗീയതയെ മാറുമല്ലോ. എന്തായാലും നമ്മുടെ വിജി തമ്പി സാർ, നമുക്കറിയാം VHPയുടെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ജനൻ TVയിലാണെന്ന് തോന്നുന്നു ഒരു ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ഒരു ചെറിയൊരു ഭാഗമുണ്ട്, ഒന്ന് കേൾക്കാം. പള്ളിക്കകത്ത് കയറി പ്രദക്ഷിണം ചെയ്ത് പുറത്തേക്ക് വരുമ്പോ അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? അള്ളാഹു അല്ലാതൊരു ദൈവമില്ല, വിശ്വസിക്കാൻ പാടില്ല എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിനകത്താണ് അയ്യപ്പൻ കയറി ശരണം വിളിക്കുന്നത്. സ്വാമി ശരണമായാലും ശരി, അവർ സ്വാമി ശരണമായാലും ശരി, ആ ശരണം വിളിക്കുന്നത് അത് ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമാണോ? അങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത ഒരു പള്ളിയാണെങ്കിൽ അവിടെ എന്തിനു ഈ അള്ളാഹുവിന്റെ എഴുതി വെച്ചിരിക്കുന്നു? അവിടെ ഇരിക്കുന്ന എന്തിനാ അങ്ങനെ ഒരു മുല്ലാക്കന്മാർ അവിടെ വന്നിരിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു കാര്യം കൂടെ പറയാം. ആ പള്ളിക്കകത്ത് കയറുമ്പോ അതിനകത്തേക്ക് പോകുന്നില്ല. അവിടെ ഒരു പ്രദക്ഷിണം വെച്ച് അയ്യപ്പന്മാർ കൊടുത്താൽ പൈസ മാത്രം മതി. മാത്രമല്ല അവിടെ ഒരു നാളികേരം ഉടയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട് പള്ളിക്കകത്ത് നാളികേരം ഉടയ്ക്കാൻ. അപ്പൊ ഈ അയ്യപ്പന്മാരെ പറ്റിക്കുക. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, ഇതിനകത്ത് കയറുമ്പോൾ ഇങ്ങനെ തിരിച്ച് കറങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്ത് ഭസ്മം കൊടുക്കും. ഈ ഭസ്മം കൊടുക്കുന്നത് ഇസ്ലാം ആചാരമാണോ? ഞാൻ ചോദിക്കട്ടെ, അവർക്ക് ഈ പറഞ്ഞ ഈ വിഗ്രഹാരാധന എന്ന് പറയുന്ന അവർക്ക് എന്താണ്? അവർക്ക് നിഷിദ്ധമല്ലേ? വിഗ്രഹാരാധന നിഷിദ്ധമാണ്. മറ്റൊരു ഈശ്വരനിൽ വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹു മാത്രമാണ് ദൈവം. അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുക, മറ്റൊരു വിശ്വാസത്തിനും പോകാൻ പാടില്ല. അങ്ങനെ വിശ്വസിക്കുന്നവൻ അവൻ ചെയ്യുന്ന തെറ്റാണ്. അവനെ മതത്തിൽ നിന്ന് പുറത്താക്കും. കേട്ടല്ലോ, ഇതാണ് വിജി തമ്പി സാറുടെ ആ ഒരു പ്രതികരണം. ഇനി ഈ പ്രതികരണം കേട്ട നമ്മുടെ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ യാസിർ പൂക്കോട്ടുംപാടം, യാസിർ ഇഷൽ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വീഡിയോ ഒക്കെ ഇട്ട് തരംഗം സൃഷ്ടിക്കുന്നവനാ, ജിഹാദികളുടെ പ്രധാനപ്പെട്ട ഒരുത്തനാ. ഇവന്റെ തനി മുഖം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ യാസിർ പൂക്കോട്ടുംപാടം എന്ന് യൂട്യൂബിൽ കൊടുക്കുക, ഫേസ്ബുക്കിൽ കിട്ടില്ല. യൂട്യൂബിൽ കൊടുത്തു കഴിഞ്ഞാൽ റെഡ് ഗ്രീൻ മറ്റതൊക്കെ പറഞ്ഞ SDPIയുടെ ഒരുപാട് ചാനലുകളുണ്ട്. ആ ചാനലുകളിലൊക്കെ പ്രഭാഷകനായി പോയിട്ട് ഇസ്ലാമിക ഭീകരത വാരി വിതറുന്ന, വായിലൂടെ അമേധ്യം കണക്ക് വർഷിക്കുന്ന ഇവന്റെ പ്രഭാഷണങ്ങൾ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷം നല്ല പേടി കുടുങ്ങി. മാത്രമല്ല ഇവന്റെ ജ്യേഷ്ഠൻ കോടിക്കണക്കിന് രൂപ ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇവനടക്കം തിന്നാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവന്റെ വാപ്പാക്കും ഉമ്മാക്കും എന്തായാലും തിന്നാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും, മകനാണല്ലോ. ആ ആളുകളുടെ കണ്ണീര് തിന്ന് ജീവിക്കുന്ന ഇവൻ, ഇത്തരത്തിൽ ആളുകളുടെ കണ്ണീര് വിറ്റ് കാശാക്കിയ ഇവൻ ഇന്ന് വലിയ മാന്യനായിട്ടൊക്കെയാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കടന്ന് വിളങ്ങുന്നത്. അതുകൊണ്ട് ഇവന്റെ യഥാർത്ഥ രൂപം എനിക്കറിയാം. എൻ്റെ നാട്ടുകാരനാണ്. എൻ്റെ ഒരു വാഹനത്തിൽ, എൻ്റെ ഒരു 4 വീൽ പിക്കപ്പില് ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്നു കുറച്ച് നാൾ. പിന്നെ ഇവനെ നമ്മൾ ഒഴിവാക്കുകയായിരുന്നു. ഇവനടക്കമുള്ള വേറെ 1-2 ആളുകൾ ഉണ്ടായിരുന്നു. ഈ ചങ്ങാതി മദ്രസ പൊട്ടന്മാരെയൊക്കെ ഒഴിവാക്കുക തന്നെയായിരുന്നു. കാരണം ഇവനൊക്കെ ഏതാണ് തരം എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ഒഴിവാക്കുക തന്നെയായിരുന്നു. പിന്നീടാണ് 2019 ഞാൻ ആ സ്ഥാപനം വിറ്റതിന് ശേഷമാണ് നമ്മൾ ഈ ചാനൽ മേഖലയിലേക്ക് വരുന്നത്. അത്തരത്തിൽ ഈ ജിഹാദി എനിക്കറിയാം.
അറിയാം. ഇനി ഈ ജിഹാദി വിജി തമ്പിയുടെ ഈ സംഭാഷണം കേട്ടതിന് ശേഷം അവന്റെ ഫേസ്ബുക്കിലും അവന്റെ യൂട്യൂബിൽ ഇല്ലെന്ന് തോന്നുന്നു, ഫേസ്ബുക്കിൽ ഇവൻ അതിന്റെ വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട്. വിജി തമ്പി പറഞ്ഞതിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് ഇവന്റേതായുള്ള ഭാഷയിൽ കുറച്ചുകൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് കുറച്ച് ഇസ്ലാമിക ഭീകരതയും ഇതിൽ വിളമ്പിയിട്ടുണ്ട്. ഇവന്റെ കിതാബിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, കിതാബിലും മറ്റേ ഈ പടച്ചവനെ കുറിച്ചൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്നുണ്ട്. ഇത് പല ഹിന്ദുക്കളും തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇവന്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം എടുത്തത്. അല്ലാതെ ഈ പറയുന്ന യാസിർ ഇശൽ എന്ന് പറയുന്ന ഈ തീവ്രവാദീനെന്നും ഈ തീവ്രവാദിയുടെ വിഷയത്തിലോ അതല്ലെങ്കിൽ എന്നെ കുറിച്ച് എൻ്റെ വീട്ടുകാരെ കുറിച്ച് പോലും എന്ത് പറഞ്ഞാലും അതൊന്നും നമ്മൾ പരിഗണിക്കാറില്ല. കാരണം ഈ തെരുവ് പട്ടികൾ ഇപ്പൊ നരേന്ദ്രമോദിജിക്കെതിരെയൊക്കെ RSSനെതിരെയൊക്കെ BJPക്കെതിരെയൊക്കെ ഇവനെ പോലത്തെ തീവ്രവാദികൾ എത്ര എണ്ണം ഇരുന്ന് കുറയ്ക്കുന്നുണ്ട്. അത് ഹിന്ദു നാമത്തിലുള്ള എനിക്ക് തോന്നുന്നു കുറെ പെൺകുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഹിന്ദു നാമധാരികളെയുള്ള സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ട്, ഉത്തര എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ട്, പിന്നെ വേദം 1-2 പെൺകുട്ടികൾ. ഇവരൊക്കെ പലരുടെയും ലിങ്കുകളൊക്കെ എനിക്ക് ഇട്ട് തരാറുണ്ട്. ഞാനത് പരിഗണിക്കാറോ മൈൻഡ് ചെയ്യാറോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ പറയുന്ന തെരുവ് പട്ടികൾ ഒരുപാട് കുരച്ചുകൊണ്ടേയിരിക്കും. അവരെയൊന്നും RSSോ BJPയോ എന്ന് വേണ്ട നരേന്ദ്രമോദിജിയോ ഒന്നും ഇവരെ നോക്കുക പോലും ഇല്ല, ഇവരെയൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇവർക്ക് തെരുവ് പട്ടിക്കൊക്കെ അതിൻ്റെതായുള്ള മര്യാദയും മാന്യതയും കൊടുക്കാറുണ്ട്. പക്ഷേ അമേധ്യത്തിൽ പുളയ്ക്കുന്ന പുഴുവിന് ഒരു മര്യാദ ആരും കൊടുക്കലില്ലല്ലോ. ഇനി ചൈനീസ് അതൊക്കെ പെറുക്കി തിന്നാറുണ്ട്, ആ കൂട്ടത്തിൽ തിന്നുന്ന കൂട്ടക്കാർ, അത്രേ ഇവരൊക്കെ നമ്മൾ കരുതുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ദൗത്യവുമായി മുന്നോട്ട് പോവുക. ഇത്തരത്തിൽ കുരച്ചുകൊണ്ടിരിക്കുന്ന കുറെ സാമാനങ്ങൾ ഉണ്ടായിരിക്കും. ആ സാമാനങ്ങളെയൊക്കെ അത് ഹിന്ദു നാമധാരി സ്മൃതി ആയാലും ഈ പറയുന്ന ഉത്തരയോ അങ്ങനെ എന്തൊക്കെ കുറെ ഉത്തരോ കഴുക്കോലോ എന്തൊക്കെ കുറെ സാധനങ്ങൾ ഇവറ്റകളെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനാവും ഇസ്ലാമിക ഭീകര ജിഹാദികളെ അതല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം പറ്റിച്ചുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിനും വ്യൂസും കാശും ഉണ്ടാക്കി ജീവിക്കുന്ന ജന്തുക്കൾ. അതിന് എന്റെയൊക്കെ വീഡിയോയുടെ പല ഭാഗങ്ങളൊക്കെ എടുത്തതായിട്ട് ഞാൻ കാണാറുണ്ട്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് പോയിട്ട് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എൻ്റെ വീഡിയോയിലെ നമ്മുടെ ചാനലിലെ വീഡിയോയിലെ ഭാഗങ്ങൾ എടുത്തിരിക്കുന്നതൊന്നും കോപ്പിറൈറ്റ് വേണമെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് കൊടുക്കാം. വിട്ട് കളഞ്ഞതാ. കാരണം നമ്മളെ കൊണ്ട് വല്ല ഒരു അന്നം തിന്നാൻ കിട്ടുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു സഹോദരിമാരാണല്ലോ, നാമം കൊണ്ടാണെങ്കിലും. കാരണം ഇവളുമാരുടെയൊക്കെ അച്ഛൻ്റെ അച്ഛൻ അതല്ലെങ്കിൽ അമ്മയുടെ അമ്മയൊക്കെ എത്രത്തോളം വിശ്വാസ്യത്തോടെ ആയിരിക്കും ഇവരെയൊക്കെ ഉണ്ടായത്, ഇവളുമാരൊക്കെ എങ്ങനെ ഉണ്ടായതെന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ഭീകരന്മാരെ അതല്ലെങ്കിൽ മുസ്ലിങ്ങളെ സുഖിപ്പിച്ച് സംസാരിച്ചാൽ നല്ല വ്യൂസ് കിട്ടും, നല്ല സബ്സ്ക്രൈബേഴ്സ് കിട്ടും, അതിലൂടെ നല്ല കാശും കിട്ടും. അപ്പോൾ സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്താലും വേണ്ടില്ല, തൻ്റെ നാട്ടിൽ നടക്കുന്ന അനീതികൾ എന്തായാലും വേണ്ടില്ല, അതിനെ ഒന്നും ആ അനീതിക്കെതിരെ ശബ്ദിക്കാതെ ആ അനീതിക്കെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ ശബ്ദിക്കുക മാത്രമല്ല ആ അനീതി നടത്തുന്നവർക്ക് വേണ്ടി അവരുടേതൊക്കെ ഊമ്പി ജീവിക്കുന്ന എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അത്തരത്തിൽ മുക്കാലിന് വേണ്ടി മുക്കാൽ ഊമ്പി ജീവിക്കുന്ന ആളുകൾ ആ ഒരു ഭാഷ തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ടതുണ്ട്. എന്തായാലും വിജി തമ്പി സാറിന്റെ ആ ക്ലിപ്പിംഗ് കണ്ടതിന് ശേഷം നമ്മുടെ ഈ പറയുന്ന യാസിർ എന്ന് പറയുന്ന ഈ ഭീകരൻ, പോപ്പുലർ ഫ്രണ്ട് ഭീകരനായിരുന്നു, SDPയുടെ ഭീകരനായിരുന്നു, ഇന്ന് ഭയം കേറി അല്പം തീഹാർ ജയിലിൽ വെളിച്ചെണ്ണ കന്നാസിന്റെ പ്രയോഗമൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഒരുപാട് പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരുടെ അലറി കരച്ചിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് കൊണ്ട് തന്നെ ഇവന് ഭയം കുടുങ്ങി. അതുകൊണ്ട് ഇപ്പോൾ വലിയ മാന്യനായിട്ട് നടിക്കുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കുക യഥാർത്ഥത്തിലൂടെ ഇവൻ ഇതാണ് എന്നുള്ളത്. അതുകൊണ്ട് അവന്റെ വിജി തമ്പി സാർ പറഞ്ഞ അതിനെതിരെ വാവർ എന്ന് പറയുന്ന ഈ ഉഡായിപ്പ് പള്ളിക്കെതിരെയും ഉഡായിപ്പ് വാവർക്കെതിരെയൊക്കെ ഇവൻ തന്നെ പറയുന്നുണ്ട്. അത് കേട്ടു നോക്കാം. കുറച്ച് ഇവന്റേതായിട്ടുള്ള മരുന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ, അത് വിട്ട് കളഞ്ഞേക്കുക. എന്തായാലും ഇവൻ പറയും, നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ശരിക്കും നമ്മൾ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതിനോട് നമുക്ക് വിയോജിക്കാനൊന്നും പറ്റൂല. കാരണം പണം മാത്രമാണ്, അല്ലാതെ ഇസ്ലാമികപരമായിട്ട് ഒരു വിശ്വാസം അതിനൊരു സ്കോപ്പില്ല. നിങ്ങൾ കൃത്യമായി ഇപ്പൊ നമ്മളിത് പറയുമ്പോ നമ്മൾ വേറെ കോലത്തിൽ ചിത്രീകരിക്കുക. നിങ്ങൾ ശരിക്ക് അയ്യപ്പ ഭക്തര് ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അയ്യപ്പ ഭക്തരെ ഉപദേശിക്കപ്പെടുകയാണ്. അവിടെ ഭസ്മം തരേണ്ട ഒരു ആവശ്യം അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു അല്ലാതെ ഇലാഹില്ല. പിന്നെ നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നതൊക്കെ പൈസക്ക് വേണ്ടി മാത്രമാണ് കൂട്ടരെ, അത് നിങ്ങൾ കൊടുക്കരുത്. അങ്ങനെ തന്നെയാണ് ഞാൻ എന്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാ പറഞ്ഞത്. ഞാൻ കപടത കാണിക്കുള്ള ഓപ്പൺ ആയിട്ടാണ് പറഞ്ഞുതരാം. നിങ്ങൾ ആചാരവുമായിട്ട് ഒരു ബന്ധമില്ല ഇതിന്. എനിക്ക് നിങ്ങളായിട്ട് മാനവ സ്നേഹം, മനുഷ്യ സ്നേഹം അങ്ങനെ ഊട്ടിയുറപ്പിച്ച് നമ്മൾ മുന്നോട്ട്, ചെറിയൊരു തീവ്രവാദ സ്നേഹം. പക്ഷെ എനിക്ക് എന്റെ വിശ്വാസം ഉണ്ട്. ഞാൻ പിന്നെ നിങ്ങളെ മുമ്പിൽ വന്നുങ്ങാണ്ട് നിങ്ങളോട് വേറെ പോലെ വിശ്വാസത്തെ പോലെയൊക്കെ ഇങ്ങനെ ആക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഇന്റെ കപടത എത്രയെന്നാ നിങ്ങള്, ഇന്നെ പോലെ ഒരു കപടം വേറെ ഉണ്ടാവില്ല. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇത് ഈ ശബരിമല വിഷയത്തിൽ മാത്രല്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഒരു സ്റ്റേജും ഇങ്ങനെ വരുമ്പോണ്ടല്ലോ നിലവിളക്കും കൊണ്ട് ഇങ്ങനെ കത്തിക്കുമല്ലോ, നിലവിളക്ക് കത്തിക്കുമല്ലോ, അത് നിങ്ങളെ ഐശ്വര്യവുമായി ബന്ധപ്പെട്ട് അഗ്നിയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അവിടെ ഒരു മുസ്ലിം വന്നുങ്ങാണ്ട് നിലവിളക്ക് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ മതേതരത്വം തെളിയിക്കാൻ വേണ്ടി കത്തിച്ചുമ്പോ നിങ്ങൾ ചോദിക്കണം ഓനോട്, അവിടെ ചെങ്ങാഴ്ച ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാതെ ഇലാഹില്ല, അന്റെ ഐശ്വര്യവും അന്റെ നന്മയും തിന്മയൊക്കെ തരുന്നത് അള്ളാന്റെ അടുത്ത് നിന്നാണ് വിശ്വസിക്കുന്നത്. ഇജ്ജെന്തിനാ ചെങ്ങായി ആചാരപ്രകാരം വന്നുങ്ങാണ്ട് ഞങ്ങളെ മുമ്പിൽ മതേതരത്വം തെളിയിച്ചാൻ വേണ്ടിട്ട് ഇതിങ്ങനെ കത്തിച്ചാ നിൽക്കണം? എനിക്ക് കുറച്ച് ഉസുറും പുളിയില്ല ചെങ്ങായിന്ന് ഹൈന്ദവ സഹോദരങ്ങൾ തിരിച്ചു ചോദിക്കണം. ഞങ്ങളെ പൊട്ടനാക്കുക, ഞങ്ങളെ എന്താ ഞങ്ങളെ മുമ്പിൽ എന്തിനാ എന്റെ ഈ കപടത? ഞങ്ങൾ പൊട്ടന്മാരൊന്നല്ല, അത് മനസ്സിലാക്കിക്കോന്ന് പറയാനുള്ള ആർജവും ഹൈന്ദവ സഹോദരങ്ങൾ നിങ്ങൾ കാണിച്ചാല് കുറെ മാറ്റം ഉണ്ടാവും. അതേമാതിരി തന്നെ ക്രിസ്മസിനൊക്കെ വന്ന് ഇങ്ങനെ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ ക്രൈസ്തവ സമൂഹം ചോദിക്കണം, അല്ല ചെങ്ങായി കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്, ഇതല്ലേ നിങ്ങളെ ഖുർആൻ പറഞ്ഞിരിക്കണത്? അപ്പൊ പിന്നെ വന്നുകൊണ്ട് അള്ളാഹുവിന് പുത്രന്മാരില്ല എന്ന് കൃത്യമായി വിശ്വസിക്കുന്ന അന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ദൈവപുത്രനായ പിന്നെ യേശുവിന് കേക്ക് കട്ട് ചെയ്യാൻ നിങ്ങളെ ആശയം എന്താണ്? എന്തെങ്കിലും ഞങ്ങളെ മുമ്പിൽ ഈ കാപട്യം കൊണ്ട് ഞങ്ങളെ വോട്ടെടുക്കാൻ ശ്രമിക്കണം, ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുകയാണെന്ന് ചോദിച്ചാൽ തീരും കൂട്ടരെ ഈ പ്രശ്നം. ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളെ ആചാരവുമായി ബന്ധപ്പെട്ട് വന്നുങ്ങാണ്ട് മതേതരത്വം തെളിയിച്ചാൻ വേണ്ടി പടാപ്പാട് വിടുന്ന അത്തരം ആൾക്കാരെ മുഖത്ത് നോക്കി ചോദിക്കണം, ഇത് ഞങ്ങളെ പൊട്ടന്മാരാക്കല്ലേ? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തമ്മിൽ മനുഷ്യ സ്നേഹം ആചാരം, നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസം ഒക്കെ നിലനിൽക്കാൻ നമ്മൾ തമ്മിൽ വേണ്ടത് മനുഷ്യ സ്നേഹം. അല്ലാതെ നിങ്ങളെ പൊട്ടന്മാരാക്കിങ്ങാണ്ട് നിങ്ങളെ പൈസ ചൂഷണം ചെയ്യാനും നിങ്ങളെ വേറെ കുറെ സംഗതിക്ക് ഉപയോഗപ്പെടുത്താനും വേണ്ടിയിട്ട് വന്നുങ്ങാണ്ട് നിങ്ങളെ മുമ്പിൽ നിങ്ങളെ ആചാരവുമായി ബന്ധപ്പെട്ട് ഇഴുകിച്ചേർന്നുങ്ങാണ്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായുണ്ടല്ലോ, അത് നിങ്ങൾ തിരിച്ചറിയണം. അപ്പൊ നോക്കൂ, ഇതില് ഇവൻ പറയുന്നത് കേട്ടാൽ നമുക്ക് വലിയ ഹിന്ദുക്കൾക്കൊക്കെ വലിയ ആശ്വാസം തോന്നുന്ന ഒരു കാര്യമായിട്ടൊക്കെ തോന്നുമായിരിക്കാം, ക്രിസ്ത്യാനികൾക്കും വലിയ ആശ്വാസമായിട്ടൊക്കെ തോന്നുമായിരിക്കാം. കാരണം ക്രിസ്ത്യാനികളുടെ ക്രിസ്മസിന്റെ അന്ന് കേക്ക് കട്ട് ചെയ്യാനൊക്കെ വരുന്ന സമയത്ത് അവരോട് ചോദിക്കണം, ഇത് നിങ്ങളുടെ വിശ്വാസപ്രകാരം ശരിയല്ലല്ലോ, നിങ്ങൾ ഞങ്ങളെ പൊട്ടന്മാരാക്കല്ലേ എന്ന് ചോദിക്കണമെന്ന് ക്രിസ്ത്യാനികളോട് ആഹ്വാനം ചെയ്യുമ്പോൾ സത്യത്തിൽ ഇവൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായുള്ള ക്രിസ്ത്യാനിക്ക് എന്ത് തോന്നും? ഇവൻ പറയുന്നത് ശരിയാണല്ലോ. എന്നിട്ട് ഇവൻ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യ സ്നേഹം എന്നുള്ളത്. നോക്കൂ, ഒരു ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഉത്സവങ്ങളിലോ ഒരു നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്ന് ഇവൻ തന്നെ പറയുന്നുണ്ട്. നിലവിളക്ക് കൊളുത്തുന്നവരോട് ഹിന്ദുക്കൾ ചോദിക്കണം, ഇത് നിന്റെ വിശ്വാസപ്രകാരം ശരിയല്ലല്ലോ, അപ്പൊ നീ എന്നെ ഞങ്ങളെ പൊട്ടനാക്കല്ലേ എന്ന് ഹിന്ദു ചോദിക്കണം എന്ന് ഇവൻ പറയുന്നുണ്ട്. അതായത് ഞമ്മന്റെ കൂട്ടക്കാർ ഇതൊന്നും ചെയ്യാൻ പാടില്ല, അത് നിർത്തിക്കാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തന്നെ ഇറങ്ങേണ്ടതുണ്ട്. എന്നിട്ട് പുട്ടിന് പീരയിടുന്ന പോലെ ഇവൻ പറയുന്നു, മനുഷ്യ സ്നേഹം, മനുഷ്യ സ്നേഹം, മനുഷ്യ സ്നേഹം. ഇതാണ് തികഞ്ഞ ഒരു ഇസ്ലാമിക ഭീകരവാദിയുടെ ലക്ഷണം. അതായത് ഞമ്മന്റെ പരിപാടി വിട്ടിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല, എന്നാൽ ഞമ്മൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ മണ്ടൻ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും പറ്റിക്കാൻ വേണ്ടി, ഇനി നല്ല മുസ്ലിങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വിഭാഗം ഉണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല, ആ വിഭാഗത്തെയും പറ്റിക്കാൻ വേണ്ടി മനുഷ്യ സ്നേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാരി വിതറണം. ബാക്കിയൊക്കെ ഇതേ പറഞ്ഞ പോലെ നിലവിളക്ക് കൊളുത്താൻ പാടില്ല, ശബരിമലയ്ക്ക് പോണ മുമ്പ് ഈ പള്ളിയിൽ കയറുമ്പോൾ ആ പള്ളിയിൽ ഭസ്മം കൊടുക്കാൻ പാടില്ല, ആ പള്ളിയിൽ എന്തിനാ തേങ്ങ ഉടയ്ക്കണത്? അതായത് ഇവനൊരു തീവ്രവാദി മനസ്സുള്ളത് കൊണ്ട് തന്നെ ഇവന് ഈ വാവരന്റെ പള്ളി അതൊന്നും ഇവന് പ്രശ്നമൊന്നുമില്ല, ഇവനത് വേണ്ട എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവനൊക്കെ കോടിക്കണക്കിന് രൂപ ഇവന്റെ ജ്യേഷ്ഠൻ ബിറ്റ്കോയിൻ പറ്റിച്ചുകൊണ്ട് തന്നെ കോടികൾ തട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ പൂക്കോട്ടുംപാടത്ത് വന്നിട്ട് പൂക്കോട്ടുംപാട പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടുകാരനോട് ചോദിച്ചാൽ മതി, ചെണ്ടനിഷ അതാര് എന്ന് ചോദിച്ചാൽ മതി. അതുപോലെ ഇവന്റെ ഒരു ഹിസ്റ്ററി എന്തെന്നറിയാമോ? ഇവൻ പൂക്കോട്ടുംപാടത്ത് ആദ്യം 2 തിയേറ്ററുകൾ ഉണ്ടായിരുന്നു, പഴയ കാലത്തെ സിനിമാ ശാലകൾ, കൊട്ടകകൾ ഉണ്ടായിരുന്നു. ഒരു ആനന്ദ് തിയേറ്ററും 1 സരണി തിയേറ്ററും, പിന്നീട് ഒന്നുകൂടെ വന്നു നാദം തിയേറ്റർ എന്നുള്ളത് 3ാമത്. അത് കുറച്ച് കാലമേ ഉണ്ടായുള്ളൂ. പക്ഷെ പഴയ കാലം മുതൽ അവസാന കാലം വരെ ഉണ്ടായിരുന്നത്, പിന്നീട് ഈ മൾട്ടിപ്ലക്സുകളൊക്കെ വരുന്നതിന് ശേഷം ഇതൊക്കെ തകർന്നു പോയി നശിപ്പിക്കപ്പെട്ടു. അത്തരത്തിൽ ഒരു ആനന്ദ് തിയേറ്റർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അതിന്റെ അവിടെ അറിയപ്പെടുക ആനന്ദ് നഗർ എന്നാണ്. ഈ ആനന്ദ് നഗറില് സകലമാന കൊട്ടേഷൻ പണിക്കും അടിക്കും കുത്തിനും വെട്ടിനും സകലമാന ഗുണ്ടായുസത്തിനും പോയിരുന്ന ഒരു ക്രിമിനൽ ആയിരുന്നു ഇവൻ. ഇവനെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ മതി. യാസിർ പൂക്കോട്ടുംപാടത്തിന്റെ ആനന്ദ് നഗറിൽ ഈ മതപ്രഭാഷണവും മറ്റുള്ള ഉടായിപ്പോയി കേട്ട് രംഗത്തിറങ്ങുന്നതിന് മുമ്പ് നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയുള്ള പോപ്പുലർ ഫ്രണ്ടിന്, അതിലെ SDP രാഷ്ട്രീയ സംഘടനയ്ക്കൊക്കെ വേണ്ടി വലിയ പ്രഭാഷണം, പാട്ടും പറച്ചിലും അങ്ങനെ എന്തോ ഇവന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇവന് പാടാനൊക്കെ നല്ല കഴിവുണ്ടാണ് നമ്മൾ സമ്മതിക്കുന്നത്, പക്ഷെ ഒക്കെ ഞമ്മന്റെ പാട്ടുകളാണ് എന്ന് മാത്രം. ആ രീതിയിൽ അങ്ങനെ പോവുള്ളൂ. അത്തരത്തിൽ ഇവന്റെ കുറിച്ച് അന്വേഷിച്ചാൽ ഇവന്റെ ഹിസ്റ്ററി പറഞ്ഞു തരും. വെട്ടിനും കുത്തിനും എല്ലാ ഉടായിപ്പിനും പോയിരുന്നവനാണ് ഒരു സുപ്രഭാതത്തിൽ SDP പോപ്പുലർ ഫ്രണ്ട് ആ ഭീകര സംഘടനയുടെ വലിയ പ്രഭാഷകനായി മാറിയത്. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് വേണ്ടതും ഇതുപോലെയുള്ള ക്രിമിനൽ വാസനയുള്ള ആളുകളെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവന് പെട്ടെന്ന് എൻട്രി കിട്ടിയത്. പിന്നെ ഇവന് പാടാനും പറയാനും ഇതുപോലെ തീവ്രവാദം നന്നായി ചിന്തിച്ച് പറയാനും കഴിവുള്ളത് കൊണ്ട് ഇവൻ പെട്ടെന്ന് വളർന്നു പോയി എന്നുള്ളതാട്ടോ. അതുകൊണ്ട് തന്നെ ഇവനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ പറയുന്നത്.
ഇനി ഈ തീവ്രവാദി പറയുന്ന മനുഷ്യത്വം എന്നൊക്കെ പറയുന്നുണ്ട്, മാനുഷിക പരിഗണന എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവൻ എന്താന്നുള്ളത്, ഇവന്റെ ഭാഷ, ഇവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമായിട്ട് ചിന്തിക്കുക. അവിടെയാണ് നിലവിളക്ക് കൊളുത്തുന്നതിനെതിരെ നോ എന്ന് മുസ്ലിങ്ങൾ പറയാത്ത മുസ്ലിങ്ങളെ ഹിന്ദുക്കൾ ചോദ്യം ചെയ്യണം. അതായത് ഇന്നിപ്പോൾ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിലവിളക്ക് കൊളുത്താൻ വേണ്ടി രംഗത്ത് വരുന്ന മുസ്ലിങ്ങൾ ചിലപ്പോൾ ഇവൻ ചോദിച്ചാൽ തീവ്രവാദി ചോദിക്കുന്നതെന്ന കുറ്റം വരും. അപ്പൊ ഹിന്ദു ചോദിച്ചാൽ പ്രശ്നമില്ല, ക്രിസ്ത്യാനി എന്ത് പറയണം? കേക്ക് മുറിക്കാൻ വരുന്ന മുസ്ലിങ്ങളെ ഓടിക്കണം അവിടുന്ന്. നീ മുറിക്കാൻ പാടില്ല, നിന്റെ വിശ്വാസപ്രകാരം നിനക്ക് ഏകദൈവമായിട്ടുള്ള, പിന്നെ ഞമ്മന്റെ ആൾക്ക് മക്കളൊന്നുമില്ല, അതുകൊണ്ട് ഈ പറയുന്ന യേശുദേവന്റെ ജന്മമോ അതല്ലെങ്കിൽ ഈ പറയുന്ന ദൈവപുത്രന്റെ പിറന്നാൾ ആഘോഷിക്കാനൊന്നും ഈ മുസ്ലിമിനെ പാടില്ല. അത് ക്രിസ്ത്യാനി ചോദിക്കണം, മുസ്ലിം ചോദിക്കില്ല. അത്തരത്തിൽ ക്രിസ്ത്യാനി തന്നെ കണ്ടം വഴി ഓടിക്കണം. ഇതൊക്കെയാണ് ഇവൻ ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഇവന്റെ ഈ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ 3 ചിന്തയിൽ ഇരുന്ന് ചിന്തിക്കണം. ഈ ഒറ്റ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ ഒന്നും കിട്ടില്ല. അവിടെയാണ് സാധാരണക്കാർ ഇവന്റെയൊക്കെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരു മുസ്ലിം ഭീകരന്റെ വീഡിയോ, ഇവന്റെ ചരിത്രമൊക്കെ മറന്നുകൊണ്ട് ഇത്തരത്തിൽ കാണുമ്പോഴേക്കും ഇത് ഷെയർ ചെയ്യുന്നത്. ഇനി ഇവന്റെ ബാക്കി കുറച്ച് ഭാഗം കൂടി ഉണ്ട്, അതോടെ കേട്ട് നോക്കാം. ഇവരൊക്കെ കപടത ശരിക്ക് അതാണ് നിർത്തൂല. മനുഷ്യ സ്നേഹായിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? നമുക്കൊക്കെ എത്ര സുഹൃത്തുക്കളുണ്ട്. മനുഷ്യ സ്നേഹം ആയിക്കോട്ടെ എന്ന് പറയുന്ന ഇവനാണ് പറയുന്നത്, ഒരു ഏതെങ്കിലും ഉദ്ഘാടന വേദിയിൽ ഒരു നിലവിളക്ക് കൊളുത്തി ഒരു പ്രകാശപൂരിതമാവട്ടെ ഈ കച്ചവടം അതല്ലെങ്കിൽ ഈ സ്ഥാപനം എന്ന ആ ഒരു സിംബോളിക് ഉണ്ടല്ലോ, അത് പാടില്ല. ഞമ്മനത് ഈ ഞമ്മന്റെ കിതാബ്, ഞമ്മന്റെ പടച്ചവൻ നൂലിൽ കെട്ടി ഇറക്കി കൊടുത്ത കിതാബ് ഉണ്ടല്ലോ, അത് പ്രകാരം അത് പാടില്ല എന്ന് പറയുന്ന ഇവനാണ് മനുഷ്യ സ്നേഹത്തെ കുറിച്ച് ഈ ജിഹാദി പറയുന്നത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് മക്കളെ ചിരിക്കാതിരിക്കുക, എങ്ങനെയാണ് മക്കളെ പരിഹസിക്കാതിരിക്കുക? ഇവരൊക്കെ തന്നെയല്ലേ കോമഡി. ഇന്നിപ്പോ വഖഫ് എന്ന് പറയുമ്പോൾ തന്നെ കോമഡിയായി. ജനങ്ങൾ ഇന്ന് വഖഫ് എന്ന് പറയുന്നില്ല, ഫക്ക് ഓഫ് എന്നൊക്കെ പറയുന്നത്. കാരണം അത്രയ്ക്കും ഫക്കിംഗ് നിയമം തന്നെയാണ് അത് എന്നുള്ളത് പച്ചയ്ക്ക് അറിയാം നമ്മൾക്കൊക്കെ. ഏതൊരു സാധാരണക്കാരനെയും വിയർപ്പൊഴുക്കിയിട്ടുള്ള ഭൂമി ഒരു സുപ്രഭാതത്തിൽ ഒരു ബോർഡ് കൊണ്ടുവയ്ക്കുകയാണ്, ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ്, ഞമ്മന്റെ പടച്ചോന്റെ പ്രോപ്പർട്ടി ആണ് എന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെ ഫക്ക് ഓഫ് എന്നല്ലാണ്ട് എന്താടോ പറയുക സാധാരണ ജനങ്ങൾ? എന്നിട്ട് ഇവനൊക്കെയാണ് മനുഷ്യ സ്നേഹത്തെ കുറിച്ച് പറയുന്നത്. ഈ മനുഷ്യ സ്നേഹത്തെ കുറിച്ച് പറയുന്ന ഇവനോട് വഖഫിന്റെ കാര്യം ചോദിച്ചാൽ മതി, ഇവൻ എങ്ങനെയാണത് വളച്ചൊടിക്കുക എന്നൊക്കെ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം ഖാസിമിയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടില്ലേ? അതിനേക്കാൾ തീവ്രത കൂടിയ ഇനമാണിവൻ. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം ഈ ഭീകരതയൊക്കെ മുന്നിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് തീഹാറിലെ എണ്ണപ്രയോഗത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. കുറച്ചുകൂടി കേൾക്കാം. മതത്തിൽ വിശ്വസിക്കുന്ന ഏത് മതത്തിന്റെ ആശയം നമുക്ക് വായിക്കാം, നമുക്ക് മനസ്സിലാക്കാലോ. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പരസ്പരം സ്നേഹിച്ചതിന് വല്ല കുഴപ്പമുണ്ടോ? ഇവിടെയൊക്കെ പറഞ്ഞതുപോലെ പണത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഭസ്മം തരേണ്ട ഒരാവശ്യമല്ല. മുസ്ലിം പള്ളിയിൽ നിന്നും അങ്ങനെ ഭസ്മം കൊടുക്കേണ്ട ഒരാവശ്യമല്ല. അത് കാപട്യമാണ്. ഓലെ കൃത്യമായി അവിടെ എഴുതി വെച്ചു എന്ന് പറഞ്ഞില്ല. അതിനെതിരെ നിങ്ങളെ മുമ്പില് കപടത നടിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. നിങ്ങളത് അംഗീകരിക്കരുത്. 10 പൈസ വിഷയത്തിൽ നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ ഞാൻ പറയുന്ന ദീന, ഞാൻ പറയുന്ന എന്റെ വിശ്വാസം അനുസരിച്ച ദീന. ഞങ്ങൾക്ക് നോണ പറയില്ല. ഞാൻ മാലയിട്ട് അയ്യപ്പ ദർശനത്തിന് വേണ്ടി പോകുന്ന ഹൈന്ദവ ഭക്തന്മാരായ സഹോദരങ്ങളെങ്കിലും മനസ്സിലാക്കണം. കാഫിറിന്ന് വന്നതായിരിക്കാം. നിലവിളക്ക് കത്തിച്ചിനോട് സഹോദരങ്ങൾ കൂട്ടിച്ചേർത്ത അന്ന് വന്നുകാണ്ട് കേക്ക് കട്ട് ചെയ്തുകാണ്ട് ആ കോലത്തിലാക്കുന്നവരോടൊക്കെ നിങ്ങൾ ഈ നിലപാടിൽ തിരിച്ചാണ് ചോദിച്ചാണ്ട് ഇതൊരു കപടതയല്ലേ എന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നം ഇവിടെ ഉണ്ട്. അതെ, നോക്കൂ, ഇതിലൂടെ ഇവൻ സ്പർദ്ധ, അതായത് സന്ദേശം കൊടുക്കുന്നത് അറിയാമോ? ഒരു ഹിന്ദുവിന്റെ ആഘോഷത്തിലും ഒരു മുസ്ലിമിനെയും ഹിന്ദു ചേർക്കരുത്. ഒരു നിലവിളക്ക് കൊളുത്താൻ ഒരു ഫംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് മുസ്ലിങ്ങളായിട്ടുള്ള ഇവന്മാരെ ഓടിക്കണം എന്നാണ് ഇവൻ ഹിന്ദുക്കളോട് ആഹ്വാനം ചെയ്യുന്നത്. എത്ര തേൻ പുരട്ടിയ ആ ഒരു വിഷമാണെന്ന് ചിന്തിച്ച് നോക്കും. ക്രിസ്ത്യാനികളോട് പറയുന്നതാ, നിങ്ങളുടെ കേക്ക് മുറിക്കാനോ ക്രിസ്ത്യൻ ആഘോഷങ്ങളിലോ ഏതെങ്കിലും മുസ്ലിം വന്നാൽ അവനെ അവിടെ നിന്ന് അപ്പോൾ ഓടിച്ചേക്കണം, അവിടെ നിങ്ങൾ അവനെ കൂട്ടരുത്. അതിലൂടെ കൃത്യമായിട്ടും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന് പറയുന്ന ഈ 3 വിഭാഗത്തെ ഈ ചിന്നിച്ചിതറിക്കുന്ന രീതിയിൽ വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്യുക, അത് വളരെ തേൻ പുരട്ടിക്കൊണ്ട് നിർവഹിക്കുന്ന ഇവന്റെ ഈ പക്കാ വിഷമുണ്ടല്ലോ, ഇത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3 മനുഷ്യന്റെ ബുദ്ധി ഉണ്ടെങ്കിലും നല്ല ബുദ്ധിയുള്ള 3 മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലേ ഇവന്റെ ഈ വർഗീയത നമുക്ക് ചിന്തിക്കാനാവുകയുള്ളൂ. സാധാരണക്കാരായുള്ള ജനങ്ങളെ ഇത്തരത്തിലുള്ള ഈ വർഗീയത്തെ, ഈ കോമരങ്ങൾ, ഈ ഭീകരവാദികൾ, ഇസ്ലാമിക മുസ്ലിം ഭീകരന്മാർ പറ്റിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. അതിനവർക്ക് ഒഴിവുണ്ട്. പണിക്കന്മാരൊക്കെ പറയുമല്ലോ, എന്ത് പ്രശ്നം വന്നാലും ജ്യോത്സ്യന്മാർ പറയുമല്ലോ, പ്രശ്നത്തിനൊക്കെ പരിഹാരമുണ്ട്, ഒഴിവുണ്ട് നമുക്ക് എന്നുള്ളത്. അതുപോലെ ഇവന്റെയൊക്കെ ആ ഒഴിവിന്റെ പേരാണ് തക്കിയ എന്നുള്ളത്. ഈ തക്കിയയിലൂടെയാണ് ഇവൻ ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളുകളെ പൊട്ടന്മാരാക്കിക്കൊണ്ട്, അടിമകളാക്കിക്കൊണ്ട്, അതിനെ പിന്നീട് രാഷ്ട്രീയക്കാർ മുതലെടുത്തു. അതിനെ ഇടതായാലും വലതായാലും മാറി മാറി ഭരിക്കുന്ന ഈ നാട്ടിലെ കക്ഷികൾ, മാത്രമല്ല ഈ തീവ്രവാദ
തീവ്രവാദ സംഘടനയുള്ള PFIയുടെ രാഷ്ട്രീയ സംഘടനയുള്ള SDP പോലും തുളസീദാസ് എന്നൊക്കെ പേരുള്ള ഒരുപാട് ഹിന്ദുക്കളും നായന്മാരും ഈ പറയുന്ന ബ്രാഹ്മണന്മാർ വരെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ വഞ്ചിച്ച് കാശിന് വേണ്ടി നാടിനെ വറ്റാൻ വേണ്ടി കൂടെ ചേർക്കുന്ന ഈ ഭീകരതയിൽപ്പെട്ട ഒരുത്തനാണ് ഇവൻ. അതുകൊണ്ട് ഇനി കുറച്ച് ഇത്തിരിയും കൂടെ ഉണ്ട് കേട്ടോ, ചെറിയ സെക്കൻഡുകൾ കൂടി ഉണ്ട്, അതുകൂടെ കേട്ട് നോക്കാം. അങ്ങനെ പ്രതികരിച്ചോളി, അങ്ങനെ പച്ചക്ക് ചോദിക്കാതെ എന്താ കുഴപ്പം? അപ്പൊ കുറെ ഇങ്ങനത്തെ സ്പൈഡർമാന്റെ സെഡ് ഇട്ടുങ്ങാണ്ട് മതേതരത്വം തെളിയിച്ചാൽ വേണ്ടി ഞങ്ങൾ മതേതരനാണോ എന്ന് പറഞ്ഞാൽ സെഡി പുറത്തിട്ടുങ്ങാണ്ട് ഇങ്ങനെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ദൈന്യത നടിച്ചിങ്ങാണ്ട് പോലെ എല്ലാവരും നിങ്ങൾക്ക് നിങ്ങളെ ആചാരം, ഞമ്മക്ക് നമ്മളെ ആചാരം, നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കി. ഇവരോട് കണ്ടു കാര്യമില്ല. ഇവരോട് പറയുമ്പോ എന്താ പറയാ വെച്ചാല് നമ്മളിപ്പോ വഹാബിയാവും, മറ്റേ ഖുറാഫിയാവും, ഇങ്ങനെയൊക്കെ ഞങ്ങളെ ഇത് ഭയങ്കര വേറെ കുറെ പ്രശ്നമുണ്ട്. ഇത് ദീനായിട്ട് ഒരു ബന്ധമല്ല. സത്യം ഞാൻ പറഞ്ഞു, ഞാൻ ഓപ്പൺ ആയിട്ടാണ് പറയാം. അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ ആ ചിന്ത നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ചൊന്ന് പഠിച്ചാൽ മതി. എന്നിട്ട് ഇവര് നിങ്ങളെ മുമ്പിൽ ഈ കാട്ടി കൂട്ടുന്ന കോപ്രായങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും. ഞാൻ വെറുതെ പറയല്ല. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ഈ വിദ്വാൻ പറയുന്നുണ്ട് കേട്ടോ. ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായിട്ടും പഠിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളെ, ഒരുപാട് വ്യക്തികളുണ്ട്, നമ്മൾ അധികം ഒന്നും പോണ്ട, സെബാസ്റ്റ്യൻ പുന്നക്കലിലേക്കാണ് മാറ്റി വെക്കാം. മുസ്ലിങ്ങളിൽ തന്നെ രണ്ട് വ്യക്തികളുണ്ട്. അതിലാണ് ഒന്ന് ആരിഫ് ഹുസൈൻ, ഡോക്ടർ ആരിഫ് ഹുസൈൻ സാർ, പിന്നെ ഒന്ന് ജാമിദ ടീച്ചർ, ഒന്ന് ആൺ പെൺ ആ രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. ഇവർ രണ്ടുപേരും മുസ്ലിമിനെ കുറിച്ച് പഠിച്ചവർ തന്നെയാണ്. കൃത്യമായിട്ടും അടിസ്ഥാന തെളിവുകൾ സഹിതമാണ് ഇവർ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വലിയ ഈ ഭീകരവാദികളൊക്കെ മത്സരിക്കാൻ വേണ്ടി, വാഗ്വാദത്തിനൊക്കെ വേണ്ടി ചെല്ലാറുണ്ട്. പക്ഷെ അവരെയൊക്കെ കണ്ടമഴി ഓടിക്കാറുണ്ട് ആരിഫ് ഹുസൈൻ സാറായാലും ഈ ജാമിദ ടീച്ചർ ആയാലും. അത്തരത്തിൽ അടിസ്ഥാന തെളിവ് വെച്ച് സംസാരിക്കുമ്പോൾ ഇവന്മാർക്കും മിണ്ടാട്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവൻ പറഞ്ഞ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ കുറേശ്ശെ പഠിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പച്ചയ്ക്ക് വിളിച്ച് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പച്ചയ്ക്ക് വിളിച്ച് പറയുമ്പോൾ നമ്മളെ വർഗീയവാദിയാക്കാൻ വേണ്ടി നടക്കുന്ന ക്യാമ്പയിനൊക്കെ നമ്മൾ അറിയുന്നുണ്ട് മക്കളെ. അതൊക്കെ നിനക്കൊക്കെ തക്കിയകൾ നടപ്പിലാക്കാനുള്ള സമയം ഈ സമയത്തൊന്നും നടക്കില്ല. കാരണം ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത്, ഇന്ന് ഈ നാടിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് എൻ്റെ മാതൃ സംഘടനയുള്ള RSS തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുൻപ് നടന്ന ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയ പോലെ തന്നെ ഇനി ഇവിടെയുള്ള ഏതെങ്കിലും ഒരാളുടെ കയ്യും കാലും വെട്ടിയാൽ ഈ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയതിന്റെ പേരുദോഷം ഇവന്മാർക്ക് ആജീവനാന്തം മാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് നുപൂർ ശർമ്മ വിഷയം വന്നു. നുപൂർ ശർമ്മ കൃത്യമായിട്ടും ആ ഒരു ശിവലിംഗത്തിനെ അപമാനിച്ചുകൊണ്ട് ചാനൽ ചർച്ചയിൽ വന്ന് ഒരു മൊല്ലിയാര്, ഒരു മദ്രസ പൊട്ടൻ പച്ചയ്ക്ക് വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞ സമയത്ത് ഐഷ എന്ന് പറയുന്ന കഥാപാത്രത്തെ എടുത്തിട്ടും 6 വയസ്സുകാരി ഐഷയെ ഭോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ എടുത്തിട്ടും അതോടുകൂടി തീവ്രവാദികൾ നുപൂർ ശർമ്മയ്ക്കെതിരെ തിരിഞ്ഞതൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ടോ നുപൂർ ശർമ്മയുടെ, അതല്ലെങ്കിൽ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു തയ്യൽ തൊഴിലാളിയെ കുത്തിക്കൊന്നു നുപൂർ ശർമ്മയുടെ വിഷയം പറഞ്ഞുകൊണ്ട് ഇതുപോലത്തെ രണ്ട് മുസ്ലിം ഭീകരന്മാർ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇവന്മാരെന്താണ് എന്നുള്ളത് ഇന്നിപ്പോൾ അവസാനം വഖഫ് എന്ന് പറയുന്ന വഖഫ് ആക്ടിനെ കുറിച്ചും ജനങ്ങൾ അറിഞ്ഞത് കൊണ്ട് തന്നെ, ജനങ്ങൾ കൃത്യമായിട്ട് പ്രതികരിച്ചത് കൊണ്ട് തന്നെ ഇന്ന് ഏകദേശം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ മനസ്സിലാവാത്തത് ഈ പറയുന്ന രാജ്യദ്രോഹികൾ എറിഞ്ഞു കൊടുക്കുന്ന നക്കാപ്പിച്ച നക്കിക്കൊണ്ട് തൻ്റെ പെറ്റ നാടിനെയും രക്ഷിതാക്കളെയും അമ്മയെയും അച്ഛനെയും വരെ ഒറ്റുകൊടുക്കുന്ന സ്മൃതിമാരും ഉത്തരമാരും പിന്നെ ഇവിടെയുള്ള ഒരുപാട് രാഷ്ട്രീയ കോമര അടിമകളായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ കൃത്യമായിട്ടും കാലം തെളിയിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. കാലം ഒന്നിനും മറുപടി കൊടുക്കാതെ പോയിട്ടില്ല. എന്തായാലും ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ തന്നെ പച്ചയ്ക്ക് ഈ വാവർ എന്ന് പറയുന്ന ഉഡായിപ്പിനെ കുറിച്ച്, ആദ്യം വാവർ പള്ളിയായിരുന്ന എന്നാൽ ഇന്ന് നൈനാൻ പള്ളിയായി മാറിയ, അവിടുത്തെ ഹിന്ദുക്കളുടെ കാശ് മാത്രം കണ്ണുവെച്ചിട്ടുണ്ട് ഈ പറയുന്ന ഹിന്ദുക്കളെ പച്ചയ്ക്ക് ഊഞ്ഞാലാടിക്കൊണ്ട് കാശ് കൈപ്പറ്റാൻ വേണ്ടി, പണമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഈ ഇസ്ലാമിക ഭീകരത തിരിച്ചറിയുക. ഇനിയെങ്കിലും ഹിന്ദുവെ നീ മനസ്സിലാക്കുക. നീ നെയ്ത്തേങ്ങയിൽ നിറയ്ക്കുന്ന നെയ്യുണ്ടല്ലോ, ആ മുദ്രയുണ്ടല്ലോ, അയ്യപ്പസ്വാമിയുടെ ആ ഒരു തലയിലൂടെ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ നെയ്യഭിഷേകം നടത്തി അതിൽ നിന്നൊരു ഇത്തിരി സേവിക്കാൻ പ്രസാദവുമായി നിന്റെ ആ വൃദ്ധം നോറ്റുള്ള അവിടേക്കുള്ള യാത്രയുണ്ടല്ലോ, അതിനിടയ്ക്ക് ഒരു മുസ്ലിം പള്ളിയിൽ അതല്ലെങ്കിൽ ഈ ശവം പോലും അടക്കുന്ന മുസ്ലിം പള്ളിയുടെ വളപ്പിൽ ചവിട്ടിക്കൊണ്ട് അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് പച്ചയ്ക്ക് എഴുതി വെച്ച അതൊക്കെ വായിച്ചുകൊണ്ട് ആ ചങ്ങാതിയെയും വലം വെക്കുമ്പോൾ തന്നെ നിന്റെ ഈ പറയുന്ന വൃദ്ധം അത് എന്നുള്ളത് 150% ഉറപ്പിച്ചോളും. അതുകൊണ്ട് മാലയിട്ട് ഈ വ്രതം നോറ്റ്, കഠിന വ്രതം നോറ്റുകൊണ്ട് കഠിനമായ യാത്രകളും ചെയ്തുകൊണ്ട് ഈ പറയുന്ന കല്ലും മുള്ളും കാലുക്കും എത്താ എന്നും വിളിച്ചുകൊണ്ട് ഈ മല കയറി ചെന്ന് അയ്യപ്പ സ്വാമിയുടെ അദ്ദേഹത്തിന്റെ മൂർധാവിലേക്ക് താൻ നിറച്ചു കൊണ്ടുവന്ന ആ നെയ്യുണ്ടല്ലോ, ആ നെയ്യഭിഷേകം ആ തിരുമൂർധാവിൽ ചെയ്യുന്നത് വരെ നിന്റെ വ്രതം തെറ്റാതിരിക്കാൻ നീയാണ് ശ്രദ്ധിക്കേണ്ടത്. നിന്റെ വ്രതം തെറ്റാതിരിക്കാൻ നാട്ടുകാർ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള മുസ്ലിം പള്ളിയിലും അതല്ലെങ്കിൽ ഇനി വേണ്ട ക്രിസ്ത്യൻ
പള്ളിയുണ്ടെങ്കിൽ അതിൽ പോലും ഒന്നിലും കയറാതെ തന്നെ വേണം നീ അവിടെ ചെന്നുകൊണ്ട് നീ നിറച്ചിട്ടുള്ള ഈ നെയ്ത്തേങ്ങയിൽ നീ നെയ്യ് നിറച്ചു കഴിഞ്ഞാൽ അത് അഭിഷേകം നടത്തുന്നത് വരെ ആ സ്വാമിയുടെ ആ ഒരു വ്രതം, ആ വ്രതധാരിയാണ് നീ. അയ്യപ്പസ്വാമി തത്വമസി എന്നാ പറഞ്ഞിരിക്കുന്നത്. നീ നിന്റെ പേര് സ്വാമി എന്നാ വിളിക്കുക. ഓരോ അയ്യപ്പനെയും അതല്ലെങ്കിൽ ഓരോ മാളികപ്പുറങ്ങളും പിന്നെ സ്വാമിമാരാണ്, സ്വാമിയുടെ പ്രതിരൂപങ്ങളാണ്. ആ വ്രതം മുറിക്കാൻ നിനക്ക് വേണ്ടി എത്രയോ അസുരന്മാർ നിന്റെ വ്രതം മുറിക്കാൻ വേണ്ടി ഇതുപോലെ വാവരായിട്ടും മറ്റൊട്ടേറെ മമ്മദുമാരായിട്ടൊക്കെ രംഗത്ത് വരും. അത് തിരിച്ചറിഞ്ഞ് അത് മുറിയാൻ സമ്മതിക്കാതെ നേരെ ശബരിമലയ്ക്ക് പോയി സ്വാമിയുടെ ആ നെയ്യഭിഷേകം നടത്തുന്നതോടുകൂടി നിന്റെ വ്രതം അതുവരെ മുറിയാതെ നോൽക്കേണ്ടത് അയ്യപ്പ സ്വാമിയെ സ്നേഹിക്കുന്ന ഭക്തരായിട്ടുള്ള വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ ഈ വാക്കിലെ ഈ ഒരു ഭാഗം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതിലൂടെ അവൻ വിതറാൻ ശ്രമിച്ച വർഗീയത നമുക്ക് മാറ്റിവെക്കാം. എന്തായാലും ഭീകരനായിട്ടുള്ള ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ തന്നെ ഇങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞു എന്നുള്ള ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. കാരണം ഇതിലൂടെയെങ്കിലും മണ്ടൻ ഹിന്ദുവിനെ അതല്ലെങ്കിൽ ഈ വാവരെ ചുറ്റാൻ വേണ്ടി വാവർക്ക് കാശെറിഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുന്ന ഈ പൊട്ടൻ ഹിന്ദുവിന്റെ കണ്ണ് തുറക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.